നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഗൗരി നേരത്തെ ഉണർന്ന് കുളിച്ച് അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കി ഒരു കപ്പ് ചായയുമായി ഉമ്മറത്തേക്ക് ചെന്ന് മെയിൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി നോക്കി. രവി താമസിക്കുന്ന ഔട്ട് ഹൗസിലേക്ക് നോക്കി അവൾ മനസ്സിൽ ചിന്തിച്ചു. പോയിരിക്കുമെന്ന് വിചാരിച്ചു, എന്നാൽ പോയിട്ടില്ല. അതിനകത്ത് ലൈറ്റ് കാണുന്നുണ്ട്, വിളിച്ചു നോക്കാം എന്ന് ചിന്തിച്ച് അവൾ അവിടേക്ക് ചെന്ന് ഡോറിൽ മുട്ടി. ഡോർ തുറന്നപ്പോൾ ഗൗരിയെ കണ്ട് രവി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട്, ആഹാ ഗൗരിയോ, ഗുഡ് മോർണിംഗ്. നീ നേരത്തെ ഉണർന്നോ? രവി ചോദിച്ചു. ഗുഡ് മോർണിംഗ് എന്ന് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞ് ഗൗരി പറഞ്ഞു, ഞാൻ എല്ലാ ദിവസത്തെ പോലെ തന്നെ ഉണർന്നത്. രാമേട്ടൻ പറഞ്ഞു നേരത്തെ പോകുമെന്ന്, അതുകൊണ്ട് ചായ ഉണ്ടാക്കി കൊണ്ടുവന്നതാ. ചായ കുടിച്ചിട്ട് പോയിക്കോളൂ, ഗൗരി പറഞ്ഞു. അവൻ അവളുടെ കയ്യിൽ നിന്ന് ചായക്കപ്പ് വാങ്ങിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ തന്നെ നിൽക്കുകയാണോ, കയറി വാ. അപ്പോൾ അവൾ അകത്തേക്ക് കയറി ചെന്നു. ഒരു ലിവിംഗ് ഏരിയയും അതിനോട് ചേർന്ന് ഒരു ബെഡ്റൂമും തൊട്ടടുത്ത് കിച്ചണും പിന്നെ ഒരു വർക്ക് ഏരിയയും ബാത്റൂമുമായിരുന്നു അതിനുള്ളിലെ സൗകര്യങ്ങൾ. ഗൗരി കിച്ചണിൽ ചെന്ന് നോക്കിയപ്പോൾ ചായ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാത്രം കണ്ട് അവൾ ചോദിച്ചു, ചായ ഉണ്ടാക്കിയിരുന്നോ? രാവിലെ ഉണർന്നതും എനിക്ക് ചായ കുടിക്കണം, അതെൻ്റെ ശീലമായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഇത്ര നേരത്തെ ഗൗരി കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവന്നതല്ലേ, അതുകൊണ്ട് മാത്രമല്ല എനിക്ക് ഗൗരി ഉണ്ടാക്കുന്ന ചായ കുടിക്കാൻ ഇഷ്ടമാണ്. ചായ മാത്രമല്ല കേട്ടോ, ഗൗരി ഉണ്ടാക്കുന്ന എല്ലാതും നല്ലത് തന്നെയാണ്, രവി പറഞ്ഞു. കിച്ചണിൽ ഇട്ടിരിക്കുന്ന ചെറിയൊരു ഡൈനിങ് ടേബിളിന് മുകളിൽ ഫ്രൂട്ട്സും ഒരു പാത്രത്തിൽ കുറച്ച് പാലും ഇരിക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു, ഇതെന്താ പുറത്തെടുത്ത് വച്ചിരിക്കുന്നത്? ഇന്ന് പോയി 3-4 ദിവസം കഴിഞ്ഞല്ലേ വരൂ, അപ്പോഴേക്കും ഇത് ചീത്തയാവും. രാമേട്ടന് കൊണ്ടു കൊടുക്കാനാ, രവി പറഞ്ഞു. ഈ സമയം ദേവൻ മൊബൈലിൽ അലാം അടിക്കുന്നത് കേട്ട് ഉറക്കത്തിൽ നിന്നുണർന്നു. കൈയെത്തിച്ച് ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് അലാം ഓഫ് ചെയ്തു. എന്നിട്ട് ഗൗരി കൊണ്ടുവന്ന് വച്ച പ്ലാന്റിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം അവിടുന്ന് എഴുന്നേറ്റ് പോയി. ദേവൻ താഴേക്കിറങ്ങി വരുമ്പോൾ രവി പോകാനായി ഔട്ട് ഹൗസ് പൂട്ടി പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ബാഗ് കൊണ്ടുവന്ന് കാറിൽ വയ്ക്കുകയായിരുന്നു. രാമേട്ടനും ഉമ്മർത്ത് നിൽക്കുന്നുണ്ട്. ഗൗരി അവിടെ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സ് കവറിലിട്ട് കയ്യിൽ പിടിച്ചിരുന്നു. കൂടെ പാലിൻ്റെ പാത്രവും ചായക്കപ്പും ഉണ്ടായിരുന്നു. ഗൗരി അകത്തേക്ക് കയറി വരുന്നത് കണ്ട് രാമേട്ടൻ ചോദിച്ചു, മോള് ഇത്ര നേരത്തെ ചായ ഉണ്ടാക്കിയോ? രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകുന്നതല്ലേ, ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു കൊണ്ടുപോയതാ. അവിടെ ഉണ്ടാക്കിയിരുന്നു, എന്നാലും കുടിച്ചു, ഗൗരി പറഞ്ഞു. ഗൗരി ഉണ്ടാക്കിയ ചായയല്ലേ രാമേട്ട, എങ്ങനെ കുടിക്കാതിരിക്കുക, രവി പറഞ്ഞു. ആ സമയത്താണ് ദേവൻ അവിടേക്ക് വന്നത്. ദേവനെ കണ്ട് രവി പറഞ്ഞു, സാർ പോയി വരാം. അവിടുത്തെ ആവശ്യം കഴിഞ്ഞാൽ അപ്പം തന്നെ പോരണം, അധികം ലേറ്റ് ആവണ്ട, ദേവൻ പറഞ്ഞു. അധികം ലേറ്റ് ആവില്ല സാർ, രവി ദേവനോട് പറഞ്ഞു. പിന്നെ പറഞ്ഞതെല്ലാം രണ്ടാൾക്കും ഓർമ്മയുണ്ടല്ലോ, രണ്ടാളും കൂടെ വഴക്ക് കൂടണ്ട, രവി ഓർമ്മിപ്പിച്ചു. ഞാൻ ആരോടും വഴക്കിനൊന്നും പോകുന്നില്ല, എന്നോട് വഴക്കിന് വരാതിരുന്നാൽ മതി, ഗൗരി ദേഷ്യത്തോടെ ദേവനെ നോക്കി പറഞ്ഞു. ഞാനാണോ വഴക്കുണ്ടാക്കുന്നത്, ദേവൻ ചോദിച്ചു. അതിലെന്താ സംശയം, ഗൗരി ചോദിച്ചു. തുടങ്ങി രണ്ടാളും. നിങ്ങൾ പരസ്പരം സംസാരിക്കാനേ പോകണ്ട, രവി പറഞ്ഞു. അല്ലെങ്കിലും ഞാൻ ഇയാളോട് സംസാരിക്കാനൊന്നുമില്ല, ഗൗരി പറഞ്ഞു. ദേവൻ ഗൗരിയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. രവി അവരോട് യാത്ര പറഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് നോക്കി ഗൗരി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് ദേവൻ തെല്ല് ദേഷ്യത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ രവി പോയി കഴിഞ്ഞ് ഗൗരി ദേഷ്യത്തോടെ ദേവനെ നോക്കിയ ശേഷം അകത്തേക്ക് കയറിപ്പോയി. കുഞ്ഞിനി പോയി കിടക്കല്ലേ, രാമേട്ടൻ ചോദിച്ചു. എന്ന് മൂളി ദേവൻ അവിടുന്ന് അവൻ്റെ റൂമിലേക്ക് പോയി. റൂമിലെത്തി ഡോറടച്ച് ആ പ്ലാന്റിലേക്ക് നോക്കി ചെറിയൊരു നിരാശയോടെ കുറച്ചു നേരം ബെഡിലിരുന്നു. അതിനുശേഷം അവൻ കിടന്നു. രാവിലെയും ഉച്ചയ്ക്കും കഴിക്കാൻ വന്നപ്പോഴും വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞും ദേവൻ വല്ലാതെ മൂഡ് ഓഫ് ആയിരുന്നു. രാത്രി കഴിക്കാൻ വന്നപ്പോഴും മൂഡ് ഓഫായി ഇരിക്കുന്നത് കണ്ട് ഗൗരി ചിന്തിച്ചു, അയാൾ ഇയാളുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിച്ചിരിക്കുന്നു. അയാൾ ഇവിടുന്ന് പോയത് മുതൽ ഇയാൾ മൂഡ് ഓഫാണ്. ഒരു ജോലിക്കാരൻ ഇയാളെ ഇത്രത്തോളം സ്വാധീനിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? ഒരു ജോലിക്കാരന് ഇത്രത്തോളം ഇയാളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാ? രാവിലെ അയാൾ പോകുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാ ഇയാൾ യാത്രയാക്കാൻ വന്നിരുന്നത്. ഇയാൾക്ക് ആരും ഇല്ലാത്തത് കൊണ്ടാണോ ജോലിക്കാർ വരെ ഇത്ര സ്വാധീനിച്ചിരിക്കുന്നത്? ഇയാളുടെ ആൾക്കാരൊക്കെ എവിടെ എന്ന് ഗൗരി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാമേട്ടൻ ചോദിച്ചു. എന്താ മോളെ കഴിക്കാതെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അവൾ രാമേട്ടൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട്, ഒന്നുമില്ല രാമേട്ട എന്ന് പറഞ്ഞ് കഴിക്കാൻ തുടങ്ങി. എന്താ ഇവൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്?
അവൻ പോയപ്പോൾ മുതൽ ഇവൾ സൈലൻ്റ് ആണല്ലോ. അവൻ വഴക്കുണ്ടാക്കണ്ടെന്ന് പറഞ്ഞു പോയതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണോ? അതോ അവൻ പോയതിൽ ഇവൾക്ക് സങ്കടമുണ്ടോ? ദേവൻ ചിന്തിച്ചു. വേഗം കഴിച്ചെഴുന്നേറ്റ് അവൻ റൂമിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ രാമേട്ടൻ ചെന്ന് വിളിക്കുമ്പോഴാണ് ദേവൻ ഉണർന്നത്. ഉണർന്ന് ആ പ്ലാന്റിലേക്ക് നോക്കിയതിന് ശേഷമാണ് അവൻ എഴുന്നേറ്റത്. എഴുന്നേറ്റ് ചെന്ന് ഡോർ തുറന്ന് രാമേട്ടൻ്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങിപ്പോയി റൂമിലുള്ള സെറ്റിയിലിരുന്നു. രാമേട്ട, ഇന്ന് മക്കളെ കൊണ്ടൊന്ന് പുറത്തു പോകണം. ഉച്ച കഴിഞ്ഞ് ഞാൻ വരൂ. ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടാകില്ലെന്ന് പറഞ്ഞേക്ക്. ഇനി അതിന് വഴക്കുണ്ടാക്കണ്ട, ദേവൻ പറഞ്ഞു. കുഞ്ഞെ, ഇന്ന് ആ കൊച്ചു വരില്ലേ, അഞ്ജലി? രാമേട്ടൻ ചോദിച്ചു. അവൻ വേഗം മൊബൈലെടുത്ത് സമയം നോക്കി. രാമേട്ടൻ വേഗം ചെന്ന് രാമേട്ടൻ്റെ ഫോണിൽ നിന്ന് ഞാനിവിടെ ഉണ്ടാകില്ലെന്ന് അവളെ വിളിച്ച് പറഞ്ഞേക്ക്, ദേവൻ പറഞ്ഞു. ഇന്നങ്ങനെ കഴിയായിരിക്കും കുഞ്ഞെ. എങ്കിലും ആരെങ്കിലും എന്നെങ്കിലും അറിയാതിരിക്കുമോ ഗൗരിമോൾ ഇവിടെ ഉള്ളത്? രാമേട്ടൻ ചോദിച്ചു. ദേവൻ രാമേട്ടനെ ഒന്ന് നോക്കി അസ്വസ്ഥനായി പറഞ്ഞു. രാമേട്ടൻ ചെല്ല്. എന്നിട്ട് ചായ മുഴുവൻ കുടിച്ച് അവൻ കപ്പ് രാമേട്ടന് കൊടുത്തു. അതുമായി രാമേട്ടൻ അവിടുന്ന് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പറഞ്ഞു വിടണമെന്ന് കരുതിയ അവളുടെ കഴുത്തിൽ താലി കെട്ടി കൊണ്ടുവന്നത്. പിന്നീട് അവളെ ഏറ്റെടുക്കുമ്പോഴും അവൾ പോകാൻ ആഗ്രഹിക്കുമ്പോൾ പൊയ്ക്കോട്ടെ എന്ന് തന്നെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. എന്നാൽ അവൾ ഇവിടുന്ന് പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഏതോ ഒരു ശക്തി എന്നെ അവളിലേക്ക് അടുപ്പിക്കുന്നു. അവളിവിടുന്ന് പോകാൻ എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നില്ല. അത് തെറ്റാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ മറ്റാരും അത് തിരിച്ചറിയാതിരിക്കാൻ ഞാൻ അവളുമായി വഴക്കുണ്ടാക്കുന്നത്, അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത്, എൻ്റെ മനസ്സാക്ഷിയെ തന്നെ ഞാൻ വഞ്ചിക്കുന്നത്. ഹേമ ചതിക്കായിരുന്നെന്ന് അറിഞ്ഞതിന് ശേഷം ഇനിയൊരു വിവാഹ ജീവിതം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നതാ. ഞാൻ ഒരിക്കൽ സ്വന്താക്കണമെന്ന് ആഗ്രഹിച്ച അഞ്ജലി, അവളെ പോലും എൻ്റെ ജീവിതത്തിലേക്ക് അടുപ്പിക്കാൻ എനിക്ക് ഭയമായിരുന്നു എന്ന് ചിന്തിച്ച് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ പ്ലാന്റിനടുത്തേക്ക് വന്നു. എന്നിട്ട് അതിനെ നോക്കി പറഞ്ഞു. ആരാ ഗൗരി നീ? നിനക്ക് എന്ത് മായാജാലം ഉള്ളത്? നീ ഇവിടുന്ന് പോകരുതെന്ന് ഞാൻ ഇത്രമാത്രം ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാ? തെറ്റാണെന്നറിഞ്ഞിട്ടും നിന്നിലേക്ക് അടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാ? അപ്പോൾ അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അവൻ ചെന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ രവിയായിരുന്നു. കോൾ അറ്റൻഡ് ചെയ്ത് ദേവൻ പറഞ്ഞു. എന്തടാ, സാർ ഉണർന്നിരുന്നോ? എവിടെ ഇപ്പോൾ? രവി ചോദിച്ചു. ഉണർന്നു, റൂമിലുണ്ട്, ദേവൻ പറഞ്ഞു. കുളി കഴിഞ്ഞോ? രവി ചോദിച്ചു. ബ്രഷ് ചെയ്തിട്ട് പോലുമില്ല, ദേവൻ പറഞ്ഞു. ബ്രഷ് ചെയ്യൊന്നും വേണ്ട, വേഗം ഗൗരിയെ കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. അവൾ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ആ അഞ്ജലി, രവി പറഞ്ഞു. ഞാനിവിടെ ഉണ്ടാകില്ലെന്ന് പറയായിരുന്നില്ലേ നിനക്ക്? ദേവൻ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറുണ്ടാകില്ലെന്ന്. കുറച്ചു മുമ്പ് രാമേട്ടൻ വിളിച്ചിരുന്നത്രേ സാർ അവിടെ ഉണ്ടാകില്ലെന്ന് പറയാൻ. സാർ അവിടെ ഉണ്ടാകില്ലെന്ന് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞതിൽ അവൾക്ക് എന്തോ സംശയമുണ്ടെന്നാണ് പറഞ്ഞത്. അത് ക്ലിയർ ചെയ്യാനാ അവൾ വരുന്നത്, രവി പറഞ്ഞു. ദേവൻ കോൾ കട്ട് ചെയ്ത് വേഗം റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അവൻ കിച്ചണിൽ ചെന്ന് നോക്കുമ്പോൾ രാമേട്ടനും ഗൗരിയും അവിടെ പാചകം ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഗൗരി, ഒരു മിനിറ്റ് ഒന്ന് വാ, ദേവൻ പറഞ്ഞു. ദേവൻ്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. എവിടേക്ക്? ഞാനൊന്നും വരുന്നില്ല, അവൾ പറഞ്ഞു. ഒരു മിനിറ്റ് മതി, ഒരു കാര്യം പറയാനാ, അവൻ പറഞ്ഞു. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? വെറുതെ വഴക്കുണ്ടാക്കാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരിക, അവൾ ചോദിച്ചു. ചെല്ലു മോളെ, കുഞ്ഞിനെന്തോ പറയാനുണ്ട്, അതുകൊണ്ടല്ലേ, രാമേട്ടൻ പറഞ്ഞു. വെറുതെ വഴക്കുണ്ടാക്കാനാ രാമേട്ടാ, അല്ലാതെ മറ്റൊന്നുമല്ല, ഗൗരി പറഞ്ഞു. വരാനല്ലേ പറഞ്ഞത്? പറഞ്ഞതനുസരിക്കില്ലേ നീ എന്ന് പറഞ്ഞ് ദേവൻ അവളുടെ അടുത്ത് ചെന്ന് കയ്യിൽ പിടിച്ചു വലിച്ചു. കയ്യിൽ നിന്ന് വിട്, വിടാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഗൗരി അവൻ്റെ പിടി വിടിയിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ കയ്യിൽ നിന്ന് പിടിവിടാതെ അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി അകത്ത് ചെന്ന് ഡോർ അടച്ച് കുറ്റിയിട്ടു. എന്തിനാ ഡോർ അടയ്ക്കുന്നത്? ഡോർ തുറക്ക് എന്ന് പറഞ്ഞ് അവൾ ഡോറിനടുത്തേക്ക് ചെന്നപ്പോൾ, ബഹളം വയ്ക്കണ്ട, ഒരു കാര്യം പറയാനുണ്ട്, അത് കഴിഞ്ഞ് തുറക്കാം എന്ന് പറഞ്ഞ് അവൻ അവളെ പിടിച്ചു മാറ്റി. മാറി നിൽക്ക്, റൂമിനകത്ത് കയറി ഡോർ അടച്ചിരുന്ന് പറയാൻ പറ്റിയ കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്ക് പോണം, മാറി നിൽക്ക് എന്ന് പറഞ്ഞ അവൾ അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അവളെ പിടിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി കൈകൊണ്ട് വായ അടച്ചു പിടിച്ച് ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. ഉപദ്രവിക്കാനല്ല, ബഹളം വയ്ക്കണ്ട, വായടച്ചു നിന്ന് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കുതറിമാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവൾ പെട്ടെന്ന് ശാന്തയായി അവിടെ നിന്നു. ഭയന്ന് വിറച്ച അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു. അഞ്ജലി വരുന്നുണ്ട്, കുറച്ചു നേരം മിണ്ടാതെ ഇവിടെ ഇരിക്ക്. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. അപ്പോൾ അവന് ഒരു പതർച്ച തോന്നി. അവളുടെ വായ അടച്ചു പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈ വലിച്ചു മാറ്റി അവൾ പറഞ്ഞു. ഇത് പറയാനാണോ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഡോർ കുറ്റിയിട്ടത്?
ഇത് അടുക്കളയിൽ വച്ച് പറയാൻ പറ്റാത്ത വലിയ രഹസ്യമാണോ? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. അപ്പോൾ ഒരു കോളിംഗ് ബെൽ കേട്ടു. അവൻ അത് ശ്രദ്ധിച്ചിട്ട് അവളോട് പറഞ്ഞു. അവൾ കുറച്ചു കഴിഞ്ഞാൽ പോവും. അതോ രാത്രി വരെ ഇവിടെ ഉണ്ടാവുമോ? ഇതിലും ഭേദം ഞാൻ നിങ്ങളെ കൊന്ന് ജയിലിൽ പോയി കിടക്കുന്നതായിരുന്നു, ഗൗരി പറഞ്ഞു.